ഹലോ. നമുക്കൊരു ഡിസൈനർ മൈൻഡൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ പ്ലെയിൻ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അല്ലേ? ഈ സൈഡിലെ ഫോട്ടോയിൽ കാണുന്ന പ്ലെയിൻ ഷർട്ടാണ് നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത്. ഞാനപ്പോൾ അതിനായിട്ടുള്ളത് ഈ ഡിസൈൻ ഒന്ന് വരയ്ക്കുകയാണ്. ഈ പെന്നിട്ടാണ് വരയ്ക്കുന്നത്. ഇത് കാണാൻ ഇച്ചിരി പ്രയാസമാണ്. അപ്പോൾ അത് മാറ്റി ഞാൻ വേറെ ഇതിട്ട് ചെയ്യാം. ഏതായാലും ഈ പെന്നിട്ട് തുടങ്ങിയതല്ലേ, അപ്പം മെയിൻ ആ സ്റ്റെമ്മുകൾ 3 എണ്ണമായിട്ടുള്ളത് അത് മാത്രം ഇതുകൊണ്ട് വരച്ചതിന് ശേഷം ഞാനത് വൈറ്റിട്ട് വരച്ച് കാണിക്കാവേ. അപ്പോൾ ഞാനത് മാറി ഒരു വൈറ്റ് കളർ പെൻസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് വരയ്ക്കുന്ന കാണാൻ പറ്റുമല്ലോ. വെറുതെ ഒരു ഡിസൈൻ വരയ്ക്കുന്നതേ ഉള്ളൂ, ഫ്രീ ഹാൻഡായിട്ട്. ഒരു 3 വള്ളി, മെയിനായിട്ട് 3 വള്ളികൾ, അതിൽ നിന്ന് കുറച്ച് ബ്രാഞ്ചസുകൾ അതിൽ ഇങ്ങനെ ലീഫ് പോലെയും പിന്നെ ഫ്ലവർ പോലെയും ചെയ്യുന്നു. അത്രയും മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഞാനിങ്ങനെ കുറച്ച് കണ്ടില്ലേ, കമ്പുകൾക്ക് ഓരോ വള്ളികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഫ്ലവർ, ഇടയ്ക്കിടയ്ക്ക് ഫ്ലവേഴ്സും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലീഫും വരുന്ന പോലെയാണ് ചെയ്യുന്നത്. ഇത് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഫ്ലവേഴ്സ് ലീഫും അത്രയും മാത്രമേ ഉള്ളൂ. സിമ്പിളായ ഒരു ഡിസൈനാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുമാണ്. അതുകൊണ്ട് ഞാനിന്ന് വേഗം വിടുകയാണ് വരയ്ക്കുന്നത്. ഈ ഡിസൈൻ വേണമെങ്കിൽ ഒന്ന് സ്ലോ ആക്കി നോക്കി ഒന്ന് വരച്ചെടുക്കണമെങ്കിൽ വേണമെങ്കിൽ വരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു ടേബിളിൽ വെച്ചിട്ട് ഇത് പിൻ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ തെന്നിപ്പോകാതിരിക്കാൻ പിൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു രീതിയിലും നിൽക്കുകയില്ലാത്ത ഇത്രയൊരു മെറ്റീരിയലാണ് ഇത്. അതുകൊണ്ടൊരു സ്വല്പം വരയ്ക്കാനൊരു പ്രയാസം ഉണ്ടായിരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാം. അതിനായിട്ട് ഞാൻ കുറച്ച് ത്രെഡുകളൊക്കെ സെലക്ട് ചെയ്ത് നോക്കി. ലൈറ്റ് ഗ്രീനും ലൈറ്റ് യെല്ലോയും വെച്ചിട്ട്, ലൈറ്റ് യെല്ലോ എന്ന് വെച്ചാൽ ഒരു 2-3 ഷെയ്ഡ് വരുന്ന ഒരു യെല്ലോയുടെ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് കണ്ടില്ല ഇപ്പോൾ എടുത്ത് അത് വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതിനകത്ത് വൈറ്റ്, ഒരു ലൈറ്റ് ഗ്രീന്, യെല്ലോ, ഇത് 3 ചേരുന്നതാണ്. പിന്നെ സെൻറ്ററിൽ വയ്ക്കാൻ ഞാൻ വൈറ്റ് വയ്ക്കാമെന്ന് ഓർത്തു. ആദ്യം ഞാൻ വൈറ്റ് കൊണ്ട് തന്നെ ഫ്ലവർ ചെയ്യാൻ ഉദ്ദേശിച്ചാണ്. അപ്പം വൈറ്റ് ആകുമ്പോൾ ഭയങ്കര വലിയ എടുപ്പായിരിക്കും. അതുകൊണ്ട് ഞാൻ വൈറ്റ് വേണ്ടെന്ന് വെച്ചേ. മൾട്ടി കളർ ഷെയ്ഡ് ആയതുകൊണ്ട് ഈ യെല്ലോയ്ക്ക് ഒത്തിരി എടുപ്പ് വരത്തില്ല, എന്നാൽ ഒരു നല്ല ഭംഗി കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഞാനിത് ചെയ്യുന്നത്, നമുക്ക് എംബ്രോയ്ഡറി നൂല് മേടിക്കാൻ കിട്ടുമ്പോൾ 6 ഇഴയായിട്ടാണല്ലോ വരുന്നത്. ആ 6 ഇഴയും യൂസ് ചെയ്താണ്, സെപ്പറേറ്റ് ചെയ്ത് 3 ഇഴയായിട്ട് തിന്നായിട്ടല്ല ഇത് ചെയ്യുന്നത്. 6 ഇഴയും യൂസ് ചെയ്താണ് എല്ലാ വർക്ക്, ഫ്ലവർ ആണെങ്കിലും സ്റ്റെം ആണെങ്കിലും എല്ലാം ചെയ്യുന്നതും 6 ഇഴ ഉപയോഗിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ട് ഗ്രീൻ കളറ് ഞാൻ എംബ്രോയ്ഡറി നൂലിൽ ഗ്രീൻ കളറ് നമ്മുടെ എംബ്രോയ്ഡറി സൂചിയിലേക്ക് കോർത്തെടുക്കുകയാണ്. അപ്പോൾ സ്റ്റെം നമ്മൾ ചെയ്ത് തുടങ്ങിയാണ്. സ്റ്റെം സ്റ്റിച്ചിലാണ് സ്റ്റെം ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നത് അറിയാൻ മേലാത്തവരൊന്നും ശ്രദ്ധിച്ചാൽ മതി. ഇതേപോലെ ഇങ്ങനെ നമ്മളൊന്ന് കുത്തിയെടുത്ത് ബാക്കിലേക്ക് ആണ് ചെയ്യുന്നത്. ഞാനതൊന്നുകൂടെ അടുപ്പിച്ച് കാണിക്കാം. ഇപ്പോൾ ഒന്നുകൂടെ ക്ലിയറായിട്ട് കാണുന്നുണ്ടല്ലോ. ഇതേപോലെ നമ്മൾ തൊട്ട് ബാക്കിൽ കുത്തിയിരിക്കുന്നതിൻ്റെ അവിടെ വരെയായിട്ട് ഇങ്ങോട്ട് ബാക്കിലേക്ക് കുത്തിയാണ് സ്റ്റെം സ്റ്റിച്ച് ചെയ്തിരുന്നത്. അപ്പോൾ ഇതുണ്ടല്ലേ, ഒരുമാതിരി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത പോലെ നെയ്തതുപോലെ വരും. അങ്ങനെയാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ തണ്ടുകൾ മുഴുവൻ സ്റ്റെം സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. സ്റ്റെം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു എളുപ്പമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ത്രെഡ് ഇതേപോലെ മുകളിലേക്ക് മാറ്റി അങ്ങ് ഇടുവാണെങ്കിൽ പിന്നെ നമുക്ക് സൗകര്യമാണ് ഇങ്ങനെ ചെയ്യാൻ. അങ്ങനെ ആണെങ്കിൽ എളുപ്പമുണ്ട് ചെയ്യാൻ. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? സിമ്പിളല്ലേ? ഇനിയിപ്പം നമുക്ക് സ്റ്റെം ഇതേപോലെ അങ്ങ് മുഴുവൻ ചെയ്യാം. പിന്നെ നമുക്ക് ഫ്ലവറുകൾ ഒക്കെയാണ്. സ്റ്റെം കുറേ അങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ട് ത്രെഡ് തീരുമ്പോൾ വേണമെങ്കിൽ ത്രെഡ് മാറ്റിയിട്ട് വേണമെങ്കിൽ ഫ്ലവർ വേണമെങ്കിലും ഇടയ്ക്ക് ചെയ്യാം. ഒരേപോലെ സ്റ്റെം മാത്രം ചെയ്ത് ബോറടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് ലീഫ് ചെയ്യാനുണ്ട്. ലീഫും ചെയ്യുമ്പോൾ പിന്നെ ഇത് മുഴുവൻ സ്റ്റെം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം ബോറടിക്കും. അതുകൊണ്ടാണ് പറഞ്ഞ് ഇടയ്ക്കകത്ത് മാറ്റി വേണമെങ്കിലും ഫ്ലവർ ചെയ്യാമെന്ന്. അതപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഏതായാലും ഈ ത്രെഡ് തീരുന്ന ഇവിടെ വരെ കൊണ്ടുപോയി അതിൻ്റെ ലീഫാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലീഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ലേസി ഡെയ്സി സ്റ്റിച്ചില്ലേ, ഏറ്റവും സിമ്പിളായിട്ടൊരു ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ് ഡെയ്സി. ഇത് കണ്ടില്ലേ, ഇതാണ് ലേസി ഡെയ്സി. നമുക്ക് ഫ്ലവറുകൾ വേണമെങ്കിൽ ഇതിൽ ചെയ്യാവുന്നതാണ്. അത് കണ്ടില്ലേ, ഇങ്ങനെ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തിയെടുത്ത് ചുറ്റി ഇങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേന് അതൊരു ലീഫായി. ഫ്ലവറിൻ്റെ പെറ്റലായിട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാവുന്നൊരു ഇതാണ് ലേസി ഡെയ്സി. അപ്പോൾ ലേസി ഡെയ്സിയാണ് ഞാൻ ആ ഒരു ഇലയായിട്ട് വരച്ചിരിക്കുന്നുണ്ടല്ലേ. 2 സൈഡിലും ഇങ്ങനെ കുറേ ഒരു 3 ഇല വെച്ചും സെൻറ്ററിലൊരു ഇലയായിട്ടും അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഇല ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ലേസി ഡെയ്സിയിൽ ഞാൻ ഇല ചെയ്തു.
ഇനിയിപ്പം ഞാൻ കുറച്ച് സ്റ്റെം കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഏതായാലും ഗ്രീൻ നൂല് പുന്നേ എടുത്തതാണ്, അതുകൊണ്ട് അപ്പോൾ ഈ കുറച്ചുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫ്ലവർ ചെയ്യുകയാണ്. അപ്പം ഏതായാലും ഇനിയിപ്പം ഇത് വിശദമായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പഠിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ സ്റ്റെം എല്ലാം ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഫ്ലവർ ചെയ്യാം. ഫ്ലവറിൽ ഇതുണ്ട്, ഇപ്പോൾ ഇത്രയും സ്റ്റെം ചെയ്തു. ഈ ഫ്ലവർ ചെയ്യുന്നത് ഞാൻ മൾട്ടി കളർ ഷെയ്ഡിൽ വരുന്ന 3 കളർ ഷെയ്ഡ്, ലൈറ്റ് ഗ്രീനുണ്ട് അതിനകത്ത്, ഇടയ്ക്കത് അറിയാൻ പോലും ഇല്ലാത്ത പോലെ ഒരു ലൈറ്റ് ഗ്രീന്, വൈറ്റ്, യെല്ലോ, ഈ 3 കളറിൽ ഇതിട്ടാണ് ഫ്ലവർ ചെയ്യുന്നത്. ഫ്ലവർ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു സാറ്റിൻ സ്റ്റിച്ചിൻ്റെ ഇതിലാണ്, പക്ഷേ 6 ഇഴയും ഉപയോഗിച്ച് തന്നെ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ 2 വർക്കും ഞാൻ 6 ഇഴയും ഉപയോഗിച്ചാണ്, നൂല് മേടിക്കുമ്പോൾ കിട്ടുന്ന പോലെയുള്ള മുഴുവൻ ഇഴകളും ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പം സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഈ സെൻറ്റർ ഭാഗം നമ്മൾ വൈറ്റ് ചെയ്യുന്നതുകൊണ്ട് സെൻറ്റർ ഭാഗം നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഓരോ പെറ്റലുകളും നമ്മൾ വരച്ചിരിക്കുന്നത് ഏറ്റവും ആദ്യം ഒരു പെറ്റലിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ ചെറിയൊരെണ്ണം ഇങ്ങനെ കൊടുക്കുന്നു. ആ സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കുള്ള വർക്കിൽ ഫില്ല് ചെയ്ത് ഒരേപോലെ അങ്ങ് നീളത്തി അതേപോലെ അങ്ങ് അടുപ്പിച്ച് ചെയ്യുന്ന അതാണ് സാറ്റിൻ സ്റ്റിച്ച്. ഇത് ഇങ്ങനെ ചെയ്യുന്നു. ഞാൻ ഒരു 6-7 തവണ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു പെറ്റൽ നിറയുമെന്ന് തോന്നുന്നു. പക്ഷേ ഉണ്ടല്ലോ ഇത് പല നീളത്തിൽ, അതായത് മുകളിലോട്ട് വരുമ്പോൾ പെറ്റലിന് നീളം കൂടുതൽ വരുമ്പോൾ അതിനനുസരിച്ച് നീളം കൂട്ടി ചെയ്യണമെന്ന് മാത്രം ഉള്ളതേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ സാറ്റിൻ സ്റ്റിച്ചിലാണ്. പക്ഷേ സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ് ചെയ്യാൻ, പക്ഷേ നമുക്കൊരു ചെറിയ ഏരിയ ഫില്ല് ചെയ്യണമെങ്കിൽ ഒത്തിരി നേരം എടുക്കുമെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അത് ചെയ്ത് തീരുമ്പോൾ അതിൻ്റെതായ ഒരു രസമുണ്ട് അത് കണ്ടാലും. അപ്പം നമ്മൾ ഒരു പെറ്റലാണ് ഇത്ര നേരം കൊണ്ട് കണ്ടില്ലേ ചെയ്ത് തീരാൻ പോകുന്നത്. അതിൻ്റെ ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു ചെറിയൊരു ഇതുകൂടെ ചെയ്തിട്ട് ആ ഒരു പെറ്റൽ തീരും. പിന്നെ നമ്മൾ അടുത്ത പെറ്റലിൻ്റെ സ്റ്റാർട്ടിങ് ഈ ഒരു ലാസ്റ്റത്തെ പെറ്റൽ അടുത്ത പെറ്റലിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ സ്വല്പം കൂടെ ഞാൻ ഇതിപ്പം രണ്ടാമത്തെ ക്ഷമ പോകുമ്പോൾ ഇടയ്ക്ക് ചെയ്യുന്നതാണ്. ഈ നേരെ സെൻറ്ററിലെ നീളമുള്ളത് ആദ്യം അങ്ങ് ചെയ്യും, പിന്നെ സൈഡിലോട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഫില്ല് ചെയ്യാം. പക്ഷേ ഇത് ഗ്യാപ്പില്ലാത്ത പോലെ നല്ലതായിട്ട് ഫില്ല് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അപ്പം ഇതും പ്രയാസമൊന്നും ഇല്ലല്ലോ, ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇതേപോലെ അങ്ങ് ഫില്ല് ചെയ്ത് ഇത് മൾട്ടി ഷെയ്ഡ് ആയതുകൊണ്ടാണ് കണ്ടില്ലേ, ഇടയ്ക്ക് വൈറ്റ് വരുന്നു, ലൈറ്റ് ഗ്രീൻ വരും. ഇനി അങ്ങനെ ഈ മൾട്ടി ഷെയ്ഡ് വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ഫ്ലവറുകൾക്ക് ഷെയ്ഡ് കൊടുത്ത പോലെ തന്നെ ഒരു ഭംഗിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഏകദേശം ഈ ഒരു ഡിസൈൻ മനസ്സിലായല്ലോ. നമ്മൾ ലീഫ് ചെയ്യുന്ന കാണിച്ചു, ഫ്ലവർ ചെയ്യുന്ന കാണിച്ചു, സ്റ്റെം ചെയ്യുന്ന കാണിച്ചു. ഇനിയിപ്പോൾ ആകെ കാണാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്റർ ഭാഗം ഫില്ല് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സെൻറ്റർ വൈറ്റ് ഇട്ട് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പം ഞാൻ അത് ഇത്രയൊരു കുറച്ചൊന്നും ചെയ്ത് തീർന്നു കഴിഞ്ഞ് ലാസ്റ്റ് അത് ചെയ്യാമെന്നാണ് ഓർത്തേക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ സെൻറ്റർ ഭാഗം ഞാനിങ്ങനെ ഗ്യാപ്പ് ഇട്ടേക്കുവാണ്. അപ്പോൾ നമുക്കിത് വേഗം ഒന്ന് ചെയ്ത് തീർത്തിട്ട് സെൻറ്റർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഏകദേശമൊക്കെ വർക്ക് നമ്മുടെ ഇവിടെ തീരാറായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അതാ ഞാൻ പറഞ്ഞത് വൈറ്റ് ഇട്ട് ചെയ്താൽ ഭയങ്കര ഒരു എടുപ്പായിരിക്കും. വൈറ്റിൻ്റെ അത്ര എടുപ്പില്ലല്ലോ. യെല്ലോ സാധാരണ വൈറ്റിനേക്കാളും എടുപ്പ് വരേണ്ടതാണെങ്കിലും ഇത് മൾട്ടി ഷെയ്ഡ് ആയതുകൊണ്ട് ഒത്തിരി എടുപ്പ് വരികയില്ല, എന്നാൽ ഒരു ഷെയ്ഡിൽ ഇങ്ങനൊരു ഭംഗിയുണ്ട്. അപ്പം നമുക്കിത് സെൻറ്റർ ചെയ്യുന്നത് ഇനി എങ്ങനെയാണെന്ന് നോക്കാം. സെൻറ്റർ ചെയ്യാനായിട്ട് ഞാൻ വൈറ്റ് ഇട്ടാണ് ചെയ്യുന്നത്. അപ്പം വൈറ്റ് ഇട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഫില്ല് ചെയ്യാം. ഇത് കണ്ടല്ലേ, ഞാൻ ഒരെണ്ണം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫ്രഞ്ച് നോട്ടുകളാണ് ഇടുന്നത്. ഫ്രഞ്ച് നോട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വൈറ്റ് ഇട്ടാണ് എടുക്കുന്നത്. 6 ഇഴയാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ കുത്തിയെടുത്ത് ഒരു 2 ചുറ്റിയിട്ട് അതേപോലെ തന്നെ ഒരു തൊട്ടിപ്പുറയായിട്ട് ഇങ്ങനെ കുത്തി ഇറക്കി വിടുകയാണ്. അപ്പോഴാണ് ഫ്രഞ്ച് നോട്ട് വരുന്നത്. ഒരു 2 ഫ്രഞ്ച് നോട്ട് ഫില്ല് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടെങ്കിൽ 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം. ചിലതിനൊക്കെ നടുക്ക് തീരെ കുറവുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റ ഫ്രഞ്ച് നോട്ട് തന്നെ അത് ഫില്ല് ചെയ്യാൻ പറ്റും. ഇതിനിപ്പോൾ 2 എണ്ണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഇത് 2 എണ്ണം ഇട്ട് ഫില്ല് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ കൊണ്ട് ത്രെഡ് കട്ട് ചെയ്തിട്ട് അടുത്തതിൻ്റെ സെൻറ്ററിലേക്ക് പോകാം. അല്ലെങ്കിൽ ത്രെഡ് ഇങ്ങനെ ഇത്രയും ഗ്യാപ്പിൽ നീണ്ടു വരികയല്ലേ, അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്തിട്ടാണ് അടുത്തത് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എല്ലാ ഫ്ലവേഴ്സിൻ്റെയും സെൻറ്റർ ഫില്ല് ചെയ്യാം. അപ്പം കണ്ടിന്യൂസ് പോകണ്ട കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. അപ്പം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ 1 സൈഡ് മാത്രമാണ് ഈ ഡിസൈൻ ഞാൻ ചെയ്തിരിക്കുന്നത്. അതല്ലേ 2 സൈഡ് ചെയ്യുന്നതിനേക്കാളും ഭംഗി ഇങ്ങനെ ഒരു സ്റ്റൈലിലല്ലേ.
അപ്പം വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതേവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു എനർജി. അപ്പോൾ ഇനിയും ഇതുവരെയുള്ള വീഡിയോയുമായി വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.